നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആശയം എന്ന് പറയുന്നത് ആരോഗ്യവും സമ്പത്തും ഒരുപോലെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഘടകങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് എപ്രകാരം നമുക്ക് ഒരുപോലെ നേടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. നമുക്കറിയാം, ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ നാം നേടിയെടുക്കുന്ന അല്ലെങ്കിൽ സമ്പാദിച്ചു കൂട്ടുന്ന സമ്പത്ത് നമുക്കൊരു ഗുണവും ചെയ്യില്ല. ഇനി സമ്പത്തില്ലാത്ത അവസ്ഥയിൽ ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് ജീവിതം ആസ്വദിക്കുവാനും സാധ്യമല്ല. ഇത് ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും അറിയുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് ചുറ്റും നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഈ രണ്ടവസ്ഥകളും ഒരുപോലെ അനുഭവിക്കുന്ന വ്യക്തികളുടെ കുടുംബങ്ങളുടെയൊക്കെ എണ്ണം വളരെ കുറവാണ്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം നമുക്ക് നൽകുന്ന പ്രോഡക്റ്റുമായിട്ട് നമ്മളിലേക്ക് എത്തുന്ന ഒരു കമ്പനിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആ കമ്പനി മറ്റൊന്നുമല്ല, ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ബോംബെയിലാണ് ഈ കമ്പനിയുടെ ജൈത്രയാത്ര ആരംഭിക്കുന്നത്. ഡോക്ടർ സാഗർ ജോഷി എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയുടെ അനിതര സാധാരണമായ നിരീക്ഷണ ഗവേഷണങ്ങളുടെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലൂടെ നമുക്ക് ആരോഗ്യവും സമ്പത്തും ഒരുപോലെ നൽകുന്ന പ്രൊജക്റ്റായിട്ട് ലഭ്യമാകാൻ കാരണമായിട്ടുള്ളത്. ഈ ബയോട്ടോറിയം പ്രോഡക്ട്സിനെ കുറിച്ചും ഈ കമ്പനി നൽകുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത, റിസൾട്ട് എന്നിവയെക്കുറിച്ചുമുള്ള വിശദമായൊരു വീഡിയോ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ കമ്പനി നമുക്ക് എപ്രകാരമാണ് സമ്പത്ത് പ്രദാനം ചെയ്യുന്നത്, അതായത് എന്താണ് ഈ കമ്പനിയുടെ ഇൻകം പ്ലാൻ. കമ്പനി നമുക്ക് പ്രദാനം ചെയ്യുന്ന ആദ്യത്തെ 3 ഇൻകം മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. കാരണം ഈ വീഡിയോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ബിഗിനേഴ്സിനെയാണ്. നമ്മുടെ ആരോഗ്യത്തെ സുസ്ഥിരമായിട്ട് ബാലൻസ്ഡായിട്ട് നിലനിർത്താനുള്ള മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യവും അതിൻ്റെ കഴിവും എല്ലാം നാം കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്വയം ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ ബയോട്ടോറിയം കമ്പനി നൽകുന്ന പ്രൊഡക്റ്റ് പാക്കേജ്, സിംഗിൾ പാക്കേജ് അല്ലെങ്കിൽ ഫാമിലി പാക്കേജ് വാങ്ങിച്ച് നാം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആയിരിക്കണം നാം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കേണ്ടത്. അപ്രകാരം നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമ്മൾ പങ്കുവെക്കുമ്പോൾ, സത്യസന്ധമായിട്ടുള്ള റിസൾട്ടുകൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ സുഹൃത്തുക്കളുമായ വ്യക്തികളും ഈ ഉൽപ്പന്നം വാങ്ങിക്കാനുള്ള താല്പര്യം അവരിലുണ്ടാവുകയും അവർ നമ്മളോട് ഈ ഉൽപ്പന്നം എപ്രകാരം കിട്ടും എന്നുള്ളത് അന്വേഷിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ്, അല്ലേ? അങ്ങനെ നമ്മൾ ഈ ഉൽപ്പന്നത്തെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. കമ്പനിയുമായിട്ട് നമ്മൾ നേരിട്ട് ഈ വ്യക്തിയെ കണക്ട് ചെയ്ത് കൊടുക്കുക. അതായത് കമ്പനിയിൽ രജിസ്റ്റർ ചെയ്ത് ഈ പ്രൊഡക്റ്റ് മേടിക്കാൻ നമ്മുടെ സുഹൃത്തുക്കളെയോ ബന്ധുമിത്രാദികളെയോ സഹായിക്കുക വഴി നമുക്കൊരു വരുമാനം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യത്തെ സ്റ്റെപ്പ് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ 2 വ്യക്തികൾക്ക് അല്ലെങ്കിൽ 3 വ്യക്തികൾക്ക് ഷെയർ ചെയ്യുന്നു. എപ്രകാരം ഷെയർ ചെയ്യണം? ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ എന്ന വ്യക്തി നിങ്ങളുടെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ബൈനറി സിസ്റ്റം പ്രകാരമാണ് ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇൻകം പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഒരു സൈഡിൽ ഒരു വ്യക്തിക്ക് 50 പോയിൻ്റ് വാല്യൂവിൻ്റെ ഉൽപ്പന്നവും മറ്റേ സൈഡിൽ 100 പോയിൻ്റ് വാല്യൂവിൻ്റെ ഉൽപ്പന്നവും കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയും. അതായത് ലെഫ്റ്റ് ഓർ റൈറ്റ് ഏതെങ്കിലും ഒരു സൈഡിൽ 50 PV, മറ്റേ സൈഡിൽ 100 PV. ഈ 100 PV എന്നുള്ളത് 250 PV ആയാലും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോൾ കമ്പനി നൽകുന്ന ആദ്യത്തെ വരുമാനമായ 500 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അതായത് നമ്മൾ 50 PV ആണ് 2 സൈഡിലും മാച്ചായിട്ടുള്ളത്, അല്ലേ? അപ്പോൾ മാച്ച് വരുന്ന PV അനുസരിച്ച്, പോയിൻ്റ് വാല്യൂ അനുസരിച്ച് ഒരു പോയിൻറ്റിന് 10 രൂപ എന്ന ക്രമത്തിൽ 50 പോയിൻ്റ് വാല്യൂവിൻ്റെ മാച്ചിങ് ആയ 500 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാനായിട്ട് പോകുന്നത്. ഇത്രയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ബാക്കി വരുന്ന 50 PV എന്ത് ചെയ്യും? അത് ക്യാരി ഫോർവേഡായിട്ട് കിടക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട. അത് പിന്നീട് മറ്റ് ഇൻകത്തിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞ ഈ മാച്ചിങ് ബോണസ് എന്ന് പറഞ്ഞത് നമ്മൾ 25 PVയുടെ പ്രൊഡക്റ്റാണ്. ഒരു സൈക്കിളിൽ, അതായത് നമ്മുടെ കമ്പനി 2 സൈക്കിളിൽ ഇൻകം തരുന്നുണ്ട്.
എവരി 12 hours കമ്പനി നമുക്ക് ഇൻകം തരുന്നുണ്ട്, ക്ലോസിംഗ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് 12 AM ടു 12 noon, 12 noon ടു 12 AM എന്നിങ്ങനെ 2 സൈക്കിൾ കമ്പനി നമുക്ക് ഇൻകം തരുമ്പോൾ ഒരു സൈക്കിളിൽ നമ്മുടെ ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലും 25 PVയുടെയാണ് മാച്ചിങ് ബിസിനസ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മാച്ചിങ് ബോണസ്, അതായത് അവെയർനെസ് ബോണസ് ആണ് എന്നാണ് പറയുക. ഈ അവെയർനെസ് ബോണസ് ആയിട്ട് 250 രൂപയായിരിക്കും കമ്പനി നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ക്രെഡിറ്റ് ആയി തരുന്നത്. നെക്സ്റ്റ് ഡേ എന്ന് പറയാൻ പറ്റില്ല, വിതിൻ ഫ്യൂ അവേഴ്സ്, കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അത് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. ഇനി 50 PV ആണ്, 50 പോയിന്റ് വാല്യൂ ആണ് മാച്ച് ആകുന്നത് വെച്ചെങ്കിൽ അത് 500 രൂപയായിരിക്കും. 100 പോയിന്റ് വാല്യൂ മാച്ച് ആകുന്നുണ്ട് ഒരു സൈക്കിളിൽ, ഒരു സിംഗിൾ സൈക്കിളിലെങ്കിൽ നമുക്ക് 1000 രൂപയായിരിക്കും അവെയർനെസ് ബോണസ് കിട്ടുക. നമ്മുടെ ടീം വളരുന്നതിനനുസരിച്ച് നമ്മൾ എത്രമാത്രം ഈ ബിസിനസ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നോ, ഷെയർ ചെയ്യുന്നോ, അവർ നമ്മുടെ കൂടെ വന്ന വ്യക്തികൾ ഷെയർ ചെയ്യുന്നോ, അതനുസരിച്ച് നമ്മൾ 3 വ്യക്തികളെ കൊണ്ടുവന്നു, പരിചയപ്പെടുത്തി, അവർ പ്രൊഡക്റ്റ് എടുത്തു, വീണ്ടും നമ്മൾ കൊണ്ടുവന്ന വ്യക്തികളും 3 പേരിലേക്ക് അല്ലെങ്കിൽ 2 പേരിലേക്ക് ഈ പ്രൊഡക്റ്റ് ഷെയർ ചെയ്ത് നമ്മുടെ ടീം ഗ്രോ ചെയ്യുന്നതനുസരിച്ച്, നമ്മുടെ ടീം വളരുന്നതനുസരിച്ച് നമുക്ക് ഈ അവെയർനെസ് ബോണസിൻ്റെ അളവ് കൂടും. അപ്പോൾ മാക്സിമം 1000 PV മാത്രമാണ് മാച്ചിങ് ഒരു സൈക്കിളിൽ കൗണ്ട് ചെയ്യപ്പെടുകയുള്ളൂ. അതായത് ഒരു 12 hours 1000 PVയുടെ മാച്ചിങ് മാത്രമാണ് കൗണ്ട് ചെയ്യപ്പെടുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് 10,000 രൂപയാണ് ഒരു സൈക്കിളിൽ അവെയർനെസ് ബോണസ് ആയിട്ട് കിട്ടുള്ളൂ. അതിൽ കൂടുതൽ കിട്ടാനായിട്ട് സാധിക്കുകയില്ല. ശ്രദ്ധിക്കുക, 10,000 രൂപ നമുക്ക് അവെയർനെസ് ബോണസ് ആയിട്ട് ഒരു സൈക്കിളിൽ കിട്ടുമ്പോൾ ഒരു ദിവസം 2 സൈക്കിളിൽ ബിസിനസ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ദിവസം അവെയർനെസ് ബോണസ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ തന്നെ, ഈ ഒരു ഇൻകം ലെവലിൽ തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന സംഖ്യ 20,000 രൂപയായിരിക്കും. ഇനി തരുന്ന അടുത്ത വരുമാനം എന്ന് പറയുന്നത് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻകമാണ്. ഏതൊരു പുതിയ വ്യക്തിയും പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, അങ്ങനെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു, 2 അല്ലെങ്കിൽ 3 വ്യക്തികൾക്ക് ഈ ബിസിനസ് ഷെയർ ചെയ്തു, അങ്ങനെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ദ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ 2 സൈഡിലും ഒരു 100 പോയിന്റ് വാല്യൂൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫാമിലി ബോണസ് എന്ന് പറഞ്ഞിട്ട് കിട്ടാൻ പോകുന്നത് 5000 രൂപയാണ്. അത് ഇപ്പോൾ നമ്മൾ 50 പോയിന്റ് വാല്യൂൻ്റെ ആണ് നമ്മൾ മാച്ചിങ് വെക്കുകയാണെങ്കിൽ കിട്ടാൻ പോകുന്നത് 2500 രൂപ. 25 പോയിന്റ് വാല്യൂൻ്റെ ആണെങ്കിൽ 1250 രൂപ ഒരു സൈക്കിളിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ മാക്സിമം നമുക്ക് വെക്കാൻ പറ്റുന്നത് ഫാമിലി ബോണസിനായിട്ട് നമുക്ക് കിട്ടുക വെറും 5000 രൂപ മാത്രമാണ്. കാരണം ഒരു 100 PVയുടെ മാച്ചിങ് മാത്രമാണ് ഫാമിലി ബോണസിനായിട്ട് കണക്കാക്കപ്പെടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് അസോസിയേറ്റ് ചെയ്ത് നാളെ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ വ്യക്തിക്ക് പോലും മറ്റന്നാൾ ഒരു 5000 രൂപ കിട്ടുക എന്നുള്ളത് സാധ്യമായൊരു കാര്യമാണ് ഈ ബയോട്ടോറിയം ബിസിനസ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഫാമിലി ബോണസായിട്ട് നമുക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 5000 രൂപ. ഈ 5000 രൂപ 2 സൈക്കിളിലും കിട്ടുമ്പോൾ എത്രയായിരിക്കും? 10,000 രൂപയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കണ്ടെത്തണമെങ്കിൽ 2 പ്രോഡക്റ്റ് 100 പോയിന്റ് വാല്യൂവിൻ്റെ നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5000 രൂപ ഒരു സൈക്കിളിൽ കിട്ടും, അടുത്ത സൈക്കിളിൽ അടുത്ത 5000 കിട്ടും. അപ്പോൾ ഒരു ദിവസം തന്നെ നമുക്ക് 10,000 രൂപ നമുക്ക് വരുമാനമായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇന്ന് ബിസിനസ് തുടങ്ങിയ വ്യക്തിക്ക് പോലും ഈ ആഴ്ചയിൽ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഫാമിലി ബോണസിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. കമ്പനി നമുക്ക് നൽകുന്ന 3ാമത്തെ ഇൻകമാണ് പെർഫോമൻസ് ബോണസ്. എന്താണ് പെർഫോമൻസ് ബോണസ്? നമ്മൾ ടീം ഡെവലപ്പ് ചെയ്തു, എൻട്രികൾ വെച്ച് തുടങ്ങി, അതായത് ബിസിനസ് വെച്ച് തുടങ്ങി. 25 PVയുടെയോ 50 PVയുടെയോ 13 PVയുടെ പോലും പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. ഏതായാലും 5 എൻട്രി നമ്മുടെ ലെഫ്റ്റിലും 5 എൻട്രി റൈറ്റിലും ഒരു സൈക്കിൾ നമ്മൾ അറ്റ് എ ടൈം സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ കമ്പനി നമ്മളെ ഒരു പെർഫോമറായിട്ട് കണക്കാക്കുകയും പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്ന ഇനത്തിൽ നമുക്ക് 3000 രൂപ കമ്പനി നൽകുകയും ചെയ്യും. ഇതും 2 സൈക്കിളിൽ ലഭ്യമാണ്. അപ്പോൾ പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത് ഒരു ദിവസം നമുക്ക് 6000 രൂപ കിട്ടും. സുഹൃത്തുക്കളെ, അപ്പോൾ ഈ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആരോഗ്യത്തിന് വേണ്ടി നാം ഒരു ഉൽപ്പന്നം മേടിക്കുന്നു, അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നു, അവരെയും ആ പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുക വഴി നമുക്ക് ഒരു ദിവസം 36,000 രൂപ വരുമാനം കിട്ടാനുള്ള ഒരു അവസരം ഈ കമ്പനി തരുന്നുണ്ട്. അതായത് അവെയർനെസ് ബോണസ് എന്ന നിലയിൽ 20,000 രൂപയും ഫാമിലി ബോണസ് 10,000 രൂപയും പെർഫോമൻസ് ബോണസ് 6,000 രൂപയും ഉൾപ്പെടെ 36,000 രൂപ ഇന്ന് അസോസിയേറ്റ് ചെയ്ത വ്യക്തിക്ക് ഒരു 4 ദിവസം മുതൽ കഴിയുമ്പോഴത്തേനും ആത്മാർത്ഥമായി അധ്വാനിച്ചാൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു അവസരമാണ് ഈ ബയോട്ടോറിയം കമ്പനി നമുക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ധാരാളം ഇൻകം പ്ലാനുകളുണ്ട്.
ബയോട്ടോറിയം കമ്പനി നമുക്ക് നൽകുന്ന വരുമാനം നിലയ്ക്കുന്നില്ല. ഇനിയുള്ള വരുമാനങ്ങൾ വഴിയെ പറഞ്ഞു തരാം. ഇനി ഇപ്രകാരമുള്ള വരുമാനം സ്വന്തമാക്കുന്നതിന് വേണ്ടി നാം എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ബിസിനസ് അവസരം സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ ഉൽപ്പന്നം വാങ്ങണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ആ ഉൽപ്പന്നം മേടിക്കുമ്പോൾ നമ്മൾ കമ്പനിയിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് ഡയറക്റ്റായിട്ട് മേടിക്കണം. കാരണം ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലൂടെയാണ് ഈ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെത്തുന്നതും നമ്മുടെ ഇൻകം പ്ലാനും ഡയറക്റ്റ് മാർക്കറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വ്യക്തികൾക്ക് ധൈര്യമായിട്ട് നൽകാവുന്നതാണ്. അതായത് ആധാർ കാർഡിൻ്റെ 2 സൈഡ്, നിങ്ങളുടെ ഫോൺ നമ്പർ, ജിമെയിൽ ID, പാൻ കാർഡിൻ്റെ കോപ്പി, പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ്, നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ്, നോമിനിനെയും ആധാർ കാർഡ് പാൻ കാർഡൊക്കെ നിർബന്ധമായിട്ടും ലിങ്ക് ചെയ്തിരിക്കണം കേട്ടോ. മാത്രമല്ല ഒരു ലോക്കൽ അഡ്രസ് പ്രൂഫ് കൂടെ നൽകി കമ്പനിയിൽ നിന്നും രജിസ്റ്റർ ചെയ്ത് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ വഴിയെ പറഞ്ഞു തരാം. ഇത്ര നേരം എന്നെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു. വളരെ നന്ദിയോടുകൂടെ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഈ ബയോട്ടോറിയം ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ ഫോൺ നമ്പർ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാം. താങ്ക് യു.